കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കൃത്യം ഒരു വർഷം ബാക്കിയുള്ളപ്പോൾ എല്ലാ കണ്ണുകളും മലപ്പുറത്തെ നിലമ്പൂർ മണ്ഡലത്തിലേക്കാണ്. കാരണം അവിടെയാണ് സെമി ഫൈനൽ നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും ഒഴിവായാൽ മതിയായിരുന്നു എന്ന് സംസ്ഥാനം ഭരിക്കുന്ന CPM ആഗ്രഹിച്ച ഒന്നായിരിക്കും നിലമ്പൂരിലേത്. UDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഇത് LDFന്റെ പട്ടികയിലുള്ള ഒരു മണ്ഡലം MLA രാജിവെച്ച് UDFന് അനുകൂലമാക്കി കൊടുത്തപ്പോൾ അവിടെ നേരിടുന്ന ഏത് തിരിച്ചടികളും CPMനും LDFനും താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തായിരിക്കും. ഏതായാലും ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മിക്കവാറും 2 ആഴ്ചക്കുള്ളിൽ ഉണ്ടാകുമെന്നും കുറഞ്ഞത് 1.5 മാസങ്ങൾക്കുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി സ്ഥാനാർത്ഥികളെ നിർണയിക്കലും അത് പ്രഖ്യാപിക്കലുമാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ ബാക്കിയുള്ളത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കോൺഗ്രസിന്റെ നീക്കം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. കുറച്ച് മണിക്കൂറുകളുടെ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിലും പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാട്ടുമൊക്കെ അത് നമ്മൾ കണ്ടതാണ്. അതിന്റെ ഗുണവും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. ഭൂരിപക്ഷം ഇരട്ടിയായി ഒക്കെ വർദ്ധിച്ചത് നമ്മൾ കണ്ടു. UDF വളരെയധികം പ്രതീക്ഷ വെക്കുന്ന നിലമ്പൂർ കോൺഗ്രസിനാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കാച്ചിക്കുറുക്കിയ പേര് എത്രയും പെട്ടെന്ന് AICCക്ക് നൽകാൻ പോവുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ 2 പേരുകളാണ് കോൺഗ്രസിന്റെ പട്ടികയിൽ നിലമ്പൂരിലേക്കായി ഉള്ളത്. അതിലൊന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് നേരിയ മുൻതൂക്കവുമുള്ളത്. DCC അധ്യക്ഷൻ VS ജോയിയുടെ പേര് ആദ്യം പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും സംഘടനാ ചുമതല എന്ന ആദ്യത്തെ കർത്തവ്യം നിറവേറ്റുന്നതിനായി VS ജോയി സ്ഥാനാർത്ഥിത്വം എന്ന മോഹം ഉപേക്ഷിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ. മാത്രമല്ല മറ്റേ ഭാഗത്ത് സ്വരാജിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നതിനാൽ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വരുന്നതായിരിക്കും നിലമ്പൂരിലെ സാധ്യത കൽപ്പിക്കുന്നത്. CPMവുമായി പിണങ്ങിപ്പിരിഞ്ഞ വേളയിൽ PV അൻവർ നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായി DCC അധ്യക്ഷൻ ജോയി മത്സരിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും അതൊക്കെ അന്നുവരെ ഉണ്ടായിരുന്ന ചില അവ്യക്തതകളിൽ നിന്നും വന്നതാണ്. ഇന്ന് ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ള എല്ലാ നേതാക്കളും അൻവറിന്റെ ചങ്ക് സുഹൃത്തുക്കളാണ്. ഇനി രണ്ടാമത്തെ പേര് എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മറ്റൊരാൾ സ്ഥാനാർത്ഥിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ KPCC സെക്രട്ടറി ആയിട്ടുള്ള KP നൗഷാദ് അലിയെയാണ് പരിഗണിക്കുന്നത്. പാർട്ടിയുടെ ചാനൽ മുഖമാണ് നൗഷാദ് അലി. വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള നൗഷാദ് അലി, എല്ലാ വിഷയങ്ങളിലും വളരെ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള KP നൗഷാദ് അലി മലപ്പുറത്തെ പാർട്ടിക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. എങ്കിലും മത്സരിച്ച് സീറ്റ് പിടിച്ചെടുക്കാനൊന്നും നൗഷാദ് അലി തയ്യാറാകില്ല എന്ന് പാർട്ടി പ്രവർത്തകർക്ക് തന്നെ അറിയാം. അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് അദ്ദേഹം. ഏതായാലും കോൺഗ്രസ് ഉറപ്പിച്ച മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് ഹൈക്കമാൻഡിനെ തന്നെ വിശ്വാസമർപ്പിച്ച് കാത്തിരിക്കുകയാണ് UDFകാർ. എന്നാൽ CPMലെ കാര്യമാണ് ചില പ്രശ്നങ്ങളുടെ തന്നെ തുടങ്ങിയിരിക്കുന്നത്. CPMൽ നിലമ്പൂർ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളുടെ ചുമതല M സ്വരാജിനാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ആ സ്വരാജ് തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകണമെന്നും CPMൽ അഭിപ്രായം ഉയർന്നു വന്നു. മണ്ഡലത്തിൽ ഏതാനും മാസങ്ങളായി സ്വരാജ് സജീവ സാന്നിധ്യമാണ്. കാരണം സ്വരാജിന്റെ ജന്മസ്ഥലം കൂടിയാണ് നിലമ്പൂര്. ബ്രാഞ്ച് തലത്തിലും ലോക്കൽ തലത്തിലുമൊക്കെ CPM നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സ്വരാജും ഒപ്പം നിൽക്കുന്നു എന്നുള്ളത് വാർത്തയായി വരുന്നത് കുറെ ദിവസങ്ങളായി. നമുക്കറിയാം, തൃപ്പൂണിത്തുറയിൽ തോറ്റ M സ്വരാജിനെ നിലമ്പൂരിലും നിർത്തി തോൽപ്പിക്കുന്നത് വഴി പിണറായി വിജയന്റെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിന് പാർട്ടിക്കുള്ളിൽ ഒരു എതിരാളികളില്ലാത്ത തരത്തിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആലോചന CPMൽ നടക്കുന്നത്. സ്വരാജും റിയാസും ഈ കഴിഞ്ഞ സമ്മേളനത്തോടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയിരിക്കുന്നു. ഇനി കേന്ദ്ര കമ്മിറ്റിയിലേക്കാണ് അവർ പോകാൻ സാധ്യത. പല മന്ത്രിമാർക്ക് പോലും കിട്ടാത്ത മുന്നേറ്റം സ്വരാജിന് കിട്ടിയ സാഹചര്യത്തിൽ അതിലൊരു ഇടിവ് നൽകണമെന്ന് റിയാസ് വിഭാഗത്തിന്റെ ആവശ്യം ശക്തമായിരിക്കുന്നു. കാരണം മുഹമ്മദ് റിയാസും അതുപോലെ സ്വരാജിനെയും വെച്ച് നോക്കിയാൽ പാർട്ടിക്ക് മുതൽക്കൂട്ടാകുന്നത് എവിടെയും സ്വരാജ് തന്നെ എന്ന ഒരു സത്യം അവിടെ നിലനിൽക്കുന്നുമുണ്ട്. ആ യാഥാർത്ഥ്യത്തെ
മുഹമ്മദ് റിയാസിന്റെ വിഭാഗം വലിയ രീതിയിൽ ഭയക്കുകയാണ്. സ്വരാജിനെ തോൽക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കുക വഴി അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് റിയാസ് വിഭാഗം ഉറപ്പിക്കുകയാണ്. ഏതായാലും ജയിക്കാനുള്ള പോരാട്ടമാണ് ഇരു മുന്നണികൾക്കും വേണ്ടത് നിലമ്പൂരിൽ എന്നിരിക്കെ ജയിക്കാതിരിക്കാൻ ആരൊക്കെ ശ്രമിക്കും എന്നുള്ളതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം കൂട്ടുന്നത്. സ്വരാജിന് തോൽക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വരാജിനും അതിൽ മനസ്സില്ല എന്നാണ് അറിയുന്നത്. ഏതായാലും ജയിക്കാനുള്ളൊരു പോരാട്ടമാണ് ഇരു മുന്നണികൾക്കും നിലമ്പൂരിൽ വേണ്ടത് എന്നിരിക്കെ ജയിക്കാതിരിക്കാൻ ആരൊക്കെ ശ്രമിക്കും എന്നുള്ളതാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം കൂട്ടുന്നത്.